ഹലോ ഗായ്സ്, ഐനുസ് വേൾഡിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങളിപ്പോൾ ഉള്ളത് മൈസൂർ സൂവിലാണ്. രാവിലെ ഏകദേശം ഒരു 10 മണിയാകുമ്പോൾ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. 8:30 മുതൽ 5:30 വരെയാണ് സൂ ഓപ്പൺ ആയിട്ടുള്ളത്. നമുക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് ഒരാൾക്ക് 100 രൂപയാണ്. കുട്ടികളാണെന്നുണ്ടെങ്കിൽ 5 മുതൽ 12 വരെ വയസ്സുള്ളവർക്ക് 50 രൂപയും. പക്ഷേ വീക്കെൻഡ് ആകുമ്പോൾ ചാർജ് കൂടുന്നുണ്ട് കേട്ടോ. വീക്കെൻഡ് ആകുമ്പം ഒരാൾക്ക് 120 രൂപയാവും 12 വയസ്സിന് മുകളിലുള്ളവർക്ക് കേട്ടോ. അതല്ലാത്തവർക്ക് 5 മുതൽ 12 വയസ്സുള്ള ആൾക്കാർക്ക് കുട്ടികൾക്ക് 60 രൂപയും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ ചൊവ്വാഴ്ചയും സൂവിന് അവധിയാണ്. അപ്പോൾ വരുന്നവർ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണേ. കയറി ചെല്ലുന്ന അവിടെ തന്നെ കുറേ കിളികളാണുള്ളത്. ലവ് ബേഡ്സ്, എമു, പിന്നെ മയിലുകൾ, അങ്ങനെ തന്നെ നല്ല ഭംഗിയുള്ള തത്തകൾ, അതൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുക. അത് കഴിഞ്ഞ് ചെല്ലുമ്പോഴാണ് ഈ മൃഗങ്ങൾ അടുത്തേക്ക് എത്തുന്നത്. ഏറ്റവും പഴക്കേറിയതും ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ളതുമായൊരു മൃഗശാലയാണിത്. അതുകൊണ്ട് തന്നെ നമുക്ക് 168-ലധികം ഇനങ്ങളെ ഈ മൃഗശാലയിൽ കാണാൻ കഴിയും. മൈസൂരിലെ 23ാം മഹാരാജാവായ ചാമരാജ വാദിയാറാണ് ഈ മൃഗശാല സ്ഥാപിച്ചത്. 2.5 കിലോമീറ്ററിലധികം ദൂരം നമുക്ക് നടന്ന് കാണാനുണ്ട്. പക്ഷേ നമുക്ക് അത്രയൊന്നും ദൂരമോ അല്ലെങ്കിൽ ക്ഷീണമോ ഒന്നും തോന്നില്ല കേട്ടോ. കാരണം അതിൻ്റെ ഉള്ളിൽ ഒരുപാട് തണൽ മരങ്ങളുണ്ട്. പിന്നെ നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള ഏരിയാസ് ഉണ്ട്. പിന്നെ ഫോട്ടോസ് എടുക്കാനുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഒട്ടും ക്ഷീണം തോന്നില്ല അതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുമ്പോൾ. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. കാരണം അതിന് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവൾ ആദ്യമായിട്ട് കാണുകയാണ് ഇത്രയും മൃഗങ്ങളെയൊക്കെ ഒരുമിച്ച്. ടി വിയിൽ കാണുന്നതല്ലാതെ അവൾ നേരിട്ട് ആദ്യമായിട്ട് കാണുകയായിരുന്നു. അതുകൊണ്ട് ഓടി നടന്ന് കാണുമായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട്. കാരണം അവളൊരു സ്ഥലത്ത് അടങ്ങി നിൽക്കുന്നില്ല. ഒന്നിനെ കാണുമ്പോൾ അവിടേക്ക് ഓടും, അതല്ലെങ്കിൽ വേറെ ഒന്നിനെ കാണുമ്പോൾ തിരിഞ്ഞ് ഓടും. പിന്നെ അവൾ നമ്മളെ കയ്യിൽ നിൽക്കുന്നേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറേയൊക്കെ ഞങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റി, കുറേയൊന്നും കവർ ചെയ്യാനും പറ്റിയില്ല. പക്ഷെ എന്നാലും ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു അവിടെ പോയി കണ്ടപ്പോൾ ഒക്കെ. രാവിലെ 10 മണിക്ക് കയറിയ ഞങ്ങൾ ഏകദേശം 1:30 ആയിന് അവിടുന്ന് പുറത്തിറങ്ങുമ്പോൾ. അപ്പോൾ ഒരു 3 മണിക്കൂറിൽ കൂടുതൽ നമുക്ക് കാണാനുണ്ട്. പിന്നെ കുട്ടികളുണ്ടാകുമ്പോൾ കുറച്ചുകൂടി അധികം സമയം നമ്മൾ എടുക്കും. കാരണം നമ്മൾ വിചാരിച്ചിടത്ത് അവർ വരില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടുള്ള കുറച്ച് ടൈം കൂടും. പക്ഷെ എന്നാലും അത്രയും ദൂരം സമയം കാണാനുള്ളത് ആ മൃഗശാലയിലുണ്ട്. ഒരുപാട് മാനുകൾ അവിടെ ഉണ്ട്. അയിനുവിന് മാനുകളെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അവൾ തീറ്റയൊക്കെ കൊടുക്കാൻ നോക്കി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആനകളുള്ള ഒരു സൂ ആണിത്. ആനകളെയൊക്കെ ഒരുപാട് കാണാറുണ്ടെങ്കിലും ആഫ്രിക്കൻ ആനേനെ ആദ്യമായിട്ടായിരുന്നു കേട്ടോ ഞങ്ങൾ കണ്ടിരുന്നത്. ഒരുപാട് പാമ്പുകളും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അനാക്കൊണ്ടേനെ കണ്ടിട്ട് ശരിക്കും അതിന് പേടിച്ച് പോയിട്ടുണ്ടായിരുന്നു. അവൾ ആദ്യമായിട്ടാണ് പാമ്പിനെയൊക്കെ കാണുന്നത്. ഈ കിളികൾക്കൊക്കെ താമസിക്കാൻ പ്രത്യേകം ദ്വീപ് പോലെ തന്നെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരൊക്കെ അതിൻ്റെ ഉള്ളിൽ കൂടെ പറന്ന് നടക്കുകയായിരുന്നു. നമ്മുടെ തലേൻ്റെ മുകളിലൂടെയൊക്കെ അവർ പറന്നു പോകും. അതൊരു വല്ലാത്ത അനുഭവമായിരുന്നു കേട്ടോ. അതിന് കുറേ പിടിക്കാനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു അവരെ. ചിമ്പാൻസികൾ, ഗോറില്ലകൾ, പിന്നെ ഒറാങ്കുട്ടനുകൾ, പിന്നെ വെള്ള കാണ്ടാമൃഗങ്ങൾ, ചീറ്റകൾ, ഇവയൊക്കെ ഉള്ള ഇന്ത്യയിലെ ഏക സൂ ആണിത്. അപ്പോൾ നമുക്ക് ഇവയൊക്കെ കാണാൻ പറ്റുന്ന ഒരു സൂ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല തിരക്കാണ്. ആൾക്കാർ കാണാൻ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. അയിനുവിന് ഏറ്റവും ഇഷ്ടമായത് ജിറാഫിനെയും അതുപോലെ സീബ്രകളെയൊക്കെയാണ് കേട്ടോ. അവൾ അവിടെ കുറേ നേരം നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അതുപോലെ മാനിനെയൊക്കെ തീറ്റ കൊടുക്കാൻ നോക്കുന്നുണ്ടായിരുന്നു അവൾ. നടന്ന് നടന്ന് നമ്മൾ സൂവിൻ്റെ എൻഡിലേക്ക് എത്തുമ്പോൾ അവിടെ റിഫ്രഷ്മെൻറ്റ് ഏരിയ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും നടന്ന് ക്ഷീണിക്കുക. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഫുഡോ നല്ല സ്നാക്സോ എന്താ വേണ്ടത് വെച്ചാൽ കഴിക്കാനും ഐസ്ക്രീം പോലുള്ള അങ്ങനത്തെ ഐറ്റംസൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അതുള്ളത് ഉപകാരമാണ്. എന്തായാലും വേണ്ടി വരും. അതിന് അത്രയും ദൂരം നടക്കുന്നതല്ലേ. അപ്പോൾ അതിന് ഞങ്ങൾ ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുത്ത്. അതുകൊണ്ട് അവൾ ഹാപ്പിയായി. ഐസ്ക്രീം ആണല്ലോ കുട്ടിയൊക്കെ ഏറ്റവും ഇഷ്ടം. അത് കിട്ടിയപ്പോൾ അവളെ മുഖം കണ്ടില്ല, എന്താ സന്തോഷം. അത് അപ്പോഴേക്കും ക്ഷീണിച്ചിന് അവൾ ഓടി നടന്നിട്ട്. അങ്ങനെ ഞങ്ങളിതാ സൂന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ മൈസൂർ സൂവിലെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബായ്.